വീണ്ടും നമുക്ക് സ്റ്റാഫ് ടൂർ വന്നിട്ടുണ്ട്. ഷിബു വന്നപാട് തന്നെ ഫുൾ ചാക്കിലാക്കാൻ നമ്മളെ MDC ടീം അതുവരെ നമ്മളിവിടെ ഗെയിംസ് ഒക്കെ ആയിട്ട് ട്രാക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ വീടിന് ശേഷം ഞാനും ജിസാമും സിപ്പ് ലൈൻ അങ്ങനെ വീണ്ടും നമുക്ക് സ്റ്റാഫ് ടൂർ വന്നിട്ടുണ്ട്. കണക്റ്റിന്റെ ടെക് ടീം മാത്രമല്ല, നമ്മളെ പേരന്റ് കമ്പനി ഇല്ല, മലബാർ ഡെന്റൽ കോളേജും കൂടി ഉണ്ട്. നമ്മളിത് അവിടെ ഹൈവേയിൽ എല്ലാവരും ഇവിടെ വെയിറ്റ് ചെയ്യാണ് ബസ്സിന് വേണ്ടിയിട്ട്. ഈ ബസ് നമുക്ക് അടിപൊളിയാക്കണ്ടേ? നമ്മളെ സ്ഥിരം ടീമൊക്കെ ഉണ്ട്, എല്ലാവരും ഉണ്ട്, ആരും ആബ്സെന്റ് ഒന്നുമില്ല. അസീബ് യെസ് അസീബ് ഉണ്ട്. അപ്പൊ നമ്മള് ബസ്സിന് വെയിറ്റ് ചെയ്യാണ്. അവര് വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാരും കൂടി എങ്ങോട്ടാ? ഫൈനലി ഗായ്സ് നമ്മളെ വണ്ടി എത്തിയിട്ടുണ്ട്. വണ്ടി ഓടിക്കോ എടാ പെട്ടെടുക്കള. അങ്ങനെ ഗായ്സ് വണ്ടി കുറച്ച് അപ്പുറത്ത് നിർത്തിയാണ്. അപ്പൊ നമ്മള് ഓടിപ്പോവാണ്. ഓടിക്കോ. അടി 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 കേരള തെറ്റല്ല. അപ്പൊ നമ്മള് നോളജ് സിറ്റിയിൽ എത്തിയിട്ടുണ്ട്. ഫുഡ് ഇവിടെ നിന്നാണ് നമ്മൾ പറഞ്ഞിട്ടില്ലേ. നമ്മളെ നോൺ ടീച്ചിങ്ങിന്റെയും ടീച്ചിങ് സ്റ്റാഫിന്റെയും ബസ്സൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ഫുഡ് കഴിച്ചിട്ട് വേണം നമ്മളെ ലെവലർ ഹോട്ടലിലോട്ട് തന്നെ പോകാൻ. നമ്മളെ ടൂറിന്റെ മാനേജർ ഇതാക്കണം നമ്മളെ സ്വന്തം റഹ്മാൻക. എന്തൊക്കെ ഇവിടെ എന്താ സെറ്റ് ചെയ്തേ? 3 സ്റ്റാർ സെറ്റപ്പിലാണ് നമുക്ക്. ഓക്കെ, റഹ്മാൻ പറഞ്ഞത് വെച്ചിട്ട് നമുക്ക് ഉണ്ടോ ഇല്ലെന്ന് പോയേക്കല്ലേ റഹ്മാനെ? ഓ അനസ് ഫുഡിന് വേണ്ടി അനസ് ഇറങ്ങിയിട്ടുണ്ട്. ഓ ലെസ്ലി ഞങ്ങളെ സ്വന്തം അമ്മായി. നമ്മളെ ടീമൊക്കെ ഇറങ്ങിയോ? ആ നമ്മളെ ടീമെത്തി, മൊത്തം ടീമെത്തി. കണത്തിന്റെ ടീം മൊത്തത്തിട്ടുണ്ട് വിത്ത് ഏട്ടൻ്റെ അമ്മായി. ബൊഫേ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. ഷിബു വന്നപാട് തന്നെ ഫുൾ ചാക്കിലാക്കാന്നുള്ള മനസ്സിലാണ്. അതെ എന്റെ മാനേജറെ പറയിപ്പിക്കരുത് കേട്ടോ, ഓരോന്ന് ചിരിപ്പിച്ചിട്ട്. നമ്മുടെ ടീം ഫസ്റ്റ് എന്തായാലും ബാക്കിയുള്ളവരൊന്നും എത്തിയില്ലെങ്കിലും ഞാൻ എൻ്റെ ടീം ഫുഡിന്റെ കാര്യത്തിലൊക്കെ ഫസ്റ്റ് എത്തിക്കണ്. സിനാനെ ഞാൻ കറക്റ്റ് ആയിട്ട് എത്തിയേക്കുന്നു. അതെ 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 അതെ. അങ്ങനെ ഓരോരുത്തരും അവനാന് ഉപ്പുമാവും ജാമോ എന്താടാ വെറൈറ്റി പിടിച്ചിട്ടുണ്ട് പറയണം. ഇവിടെ വലിയ ക്യൂ ആണ്. ഏതുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ? നാമിച്ചിട്ടാ പറയുന്നത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ് എല്ലാവരും ഇവിടുന്ന് റിട്ടേൺ ഇറങ്ങാനുള്ള പ്ലാനാണ്. പുതിയ സ്റ്റിക്കർ കിട്ടിയ സന്തോഷത്തിൽ ലെസ്ലി മിണ്ടാതിരിക്കാം, കുറച്ച് കഴിയുമ്പോ പോക്കോളും. കഴിഞ്ഞ് ബഡായി അടിക്കുന്ന ടീംസ്, ബഡായി ടീംസ് അങ്ങനെ നമ്മൾ ഫസ്റ്റ് ഡെസ്റ്റിനേഷനിൽ എത്തിയിട്ടുണ്ട്. തുഷാരഗിരി വാട്ടർഫാൾസിലാണ് ഫസ്റ്റ് നമ്മൾ പോകാൻ വിചാരിച്ചിട്ടുണ്ട്. അതെ 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 അതെ. ഇവിടെ വെള്ളത്തിൽ ഇറങ്ങണോ വേണ്ടോ എന്നുള്ള ഡിസിഷനൊക്കെ എടുക്കുകയാണ് എല്ലാവരും. അങ്ങനെ ടിക്കറ്റൊക്കെ എടുത്ത് എല്ലാവരും കൂടെ ഇങ്ങനെ നടക്കുകയാണ്. പ്രബീഷ് ചൂടത്ത് ഹുഡിട്ട് വന്നതിൻ്റെ ബാലൻസ് ചെയ്യാനാണ് ഐസ്ക്രീം എന്ന് തോന്നുന്നു. നമ്മളെ MDC ടീമും കണക്കിലെ ടീമും മൊത്തത്തിൽ ഇവിടെ എത്തിയിട്ടുണ്ട്. അങ്ങനെ തുഷാരഗിരിയിൽ നിന്ന് അവിടെ ഇറങ്ങി ഇനി ബസ്സിലോട്ട് കയറിയിട്ട് ഫുഡ് കഴിക്കാൻ നമ്മൾ റിസോർട്ടിലാണ് പ്ലാൻ ചെയ്തിട്ടുള്ളത്. അപ്പം നമ്മൾ ഇനി റിസോർട്ടിലോട്ട് ഒരു
അങ്ങനെ ബസ്സിൽ നിന്ന് ഇറങ്ങി നമ്മൾ റിസോർട്ടിക്ക് പോവാണ്. അങ്ങനെ സ്റ്റാഫ് മൊത്തം ഇവിടെ എത്തി. ജിനേഷ് സാറാണെങ്കിൽ എല്ലാവർക്കും റൂമെല്ലാം ഇട്ട് ചെയ്ത് കൊണ്ടിരിക്കണം. ഞാനും എൻ്റെ ടീമും ഡോർമെറ്ററിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണം. അങ്ങനെ നമ്മൾ ചെക്കിനൊക്കെ ചെയ്ത് ഇവിടെ ഓരോ കളികളും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫുഡ് പ്രിപ്പയർ ആവുന്നേ ഉള്ളൂ. അപ്പോൾ അതുവരെ നമ്മളിവിടെ ഗെയിംസ് ഒക്കെ ആയിട്ട് ഇരിക്കാനുള്ള പ്ലാനാണ്. നല്ല ആംബിയൻസ് ഉള്ള റിസോർട്ടാണ്. അതൊക്കെ അടിച്ചുകൂടെ നമ്മളെ റിസോർട്ടിൽ നിന്ന് നോക്കിയാലോ വ്യൂ പോയിന്റ് ആണ് ഇവിടെ. അതവിടെ ചെന്നാലറിയാൻ പറ്റും. അത് നോക്കാം. അങ്ങനെ റൂമിലെത്തിയതിനു ശേഷം നമ്മളെല്ലാവരും ഇപ്പോൾ പൂളിൽ ഇറങ്ങിയിട്ടുണ്ട്. എല്ലാവരും പൂളിൽ ചാടി നല്ല വൈബൊക്കെ. 오빤 강남 스타일 강남 스타일 낮에는 따사로운 인간적인 여자 커피 한 잔에 여유를 아는 품격 있는 여자 밤이 오면 심장이 뜨거워지는 여자 그런 반전 있는 여자 ഫുഡ് കഴിക്കുന്നതിൻ്റെ തൊട്ട് മുന്നായിട്ട് ഒരു ക്യാമ്പ് ഫയറും പാട്ടും ഒക്കെ ആയിട്ട് ഇപ്പോൾ എല്ലാ സ്റ്റാഫും നമ്മുടെ ലേവല് മറ്റേ സ്വന്തം നമ്മുടെ മലബാറിൻ്റെ സ്വന്തം മാനേജ്മെൻറ്റിൻ്റെ തന്നെ റിസോർട്ടായിട്ടുള്ള ലേവലറിൽ അസംബിൾ ചെയ്തിട്ടുണ്ട്. ഇനി ഇവിടെ നമുക്ക് എക്സ്റ്റേണലി വന്ന ടീം പാട്ടൊക്കെ പാടി വൈബാക്കിയതിന് ശേഷം നമ്മളെല്ലാവരും ഫുഡ് കഴിക്കും. അങ്ങനെ നമ്മൾ ടൂറിൻ്റെ സെക്കൻഡ് ഡേ ആയി. എല്ലാവരും ഫ്രഷായി ചെക്കൗട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇത് കഴിഞ്ഞ് ലഞ്ച് കഴിച്ചിട്ട് വേണം നമുക്ക് ഇവിടുന്ന് റിസോർട്ടിൽ നിന്ന് പുറത്തു പോകാൻ. അങ്ങനെ നമ്മളെല്ലാവരും ചെക്കൗട്ട് ചെയ്ത് ഇനി ബസ്സിൻ്റെ അടുത്തേക്ക് പോകണം. എന്നിട്ട് കാരാപ്പുഴ ഡാം വഴിയൊക്കെ പോയിട്ട് അടിച്ചു പൊളിക്കണം. അങ്ങനെ നമ്മൾ റിസോർട്ടിൽ നിന്ന് നമ്മൾ ബസ്സിൻ്റെ അടുത്തേക്ക് ജീപ്പിലാണ് ആക്കി തരുന്നത്. നമ്മുടെ ലേവലിൻ്റെ ഹോട്ടലിൻ്റെ മാനേജർ റിക്ഷാദാണ് ആക്കി തരുന്നത്. നമ്മൾ ടീച്ചിങ്ങിൻ്റെയും നോൺ ടീച്ചിങ് സ്റ്റാഫിൻ്റെ ഒക്കെ ബസ് കാരാപ്പുഴ ഡാമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഇനി ഇവിടുന്ന് ടിക്കറ്റ് അതുപോലെ ഇന്നത്തെ അഡ്വഞ്ചർ ഡേ ആണ്. പലതും ഇന്ന് ചെയ്യാണ്ട് പലരുടെയും ഇതൊക്കെ നമുക്കിന്ന് കാണാൻ പറ്റും. അങ്ങനെ അഡ്വഞ്ചർ ആക്ടിവിറ്റീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റ് ആയിട്ടുണ്ട്. അങ്ങനെ ഞാൻ ലെസ്റ്റർ പ്രണാമിക അജിസാർ ഞങ്ങൾ AVT റൈഡിന് പോവാണ്.
അങ്ങനെ നമ്മളിവിടുന്ന് സെറ്റാക്കിയിട്ട് ജീപ്പിനാണ് നമ്മളെ AVT റൈഡിന് പോകുന്നത്. അപ്പോൾ എല്ലാവരും ജീപ്പിൽ കയറാനുള്ള പ്ലാനാണ്. ശിവ വൈബാക്കണ്ടേ? അപ്പൊ നമ്മളെങ്ങോട്ടാ പോകുന്നേ? ചില പൊട്ടന്മാരുണ്ട് പണ്ട് നമ്മൾ AVT റൈഡിന് പോയിട്ട് Come on guys, പോലെ ഇറങ്ങി ഇറങ്ങി. അത് കണ്ടില്ല. അല്ലെങ്കിൽ അനക്ക് നമ്മളൊരു അങ്ങനെ നമ്മൾ മൊത്തം 4 എടുത്തിട്ടില്ലേ, 4 കപ്പിൾസായിട്ട് എടുത്തിട്ട് സെറ്റാണ്. നമ്മൾ മൊത്തം 8 പേര്. അങ്ങനെ നമ്മളെ കൂട്ടത്തിലെ ഫസ്റ്റ് ജിസാമും ലെസ്ലിയാണ് പോകുന്നത്. ലെസ്ലി പേടിയുണ്ടോ? അതാണ് അതെ അതെ അതെ. ബാക്കിയുള്ളവര് വെയിറ്റിംഗ്. റൈഡിംഗ് ഗിയറൊക്കെ ഇട്ട് ജിസാം സെറ്റാണ്. എന്താ ലെസ്ലി എന്താ പറയാല്ലേ? ഡ്രൈവറെ കുറിച്ച് എന്താ പറയാ? നമ്മൾ അടുത്ത ടീം റെഡി ആണ്ട്. സുവാദ് വർഷലും. ആരാ ഡ്രൈവർ? അതാണ് ആ കോൺഫിഡൻസ്. ഓക്കെ മക്കളെ പോയി പൊളിക്ക്. പ്രണമി നമുക്ക് പോണ്ടേ? യെസ് അതാണ്. എങ്ങനെ ഉണ്ടായിരുന്നു ഫസ്റ്റ് ATV? എന്താണ്? സൂപ്പർ. അങ്ങനെ നമ്മളെ അഡ്മിനിസ്ട്രേറ്റീവ് മാനേജറും മെയിൻ്റനൻസ് മാനേജറും അയ്യോ സുവാദ. അങ്ങനെ എല്ലാവരും പോയി അന്ന്. ഇനി ഞാനും ഒരു പ്രണാമിക്ക് മാത്രം ബാക്കിയുള്ളൂ. ഇനി ഞങ്ങളാണ് ഫൈനൽ ഡ്രിഫ്റ്റിന് പോകുന്നത്. സേഫ്റ്റി ഗിയേഴ്സ് മസ്റ്റ് എന്നാണ്. സുവാദ എങ്ങനെ ഉണ്ടായിരുന്നു എക്സ്പീരിയൻസ്? വേറെന്തേലും പറയണ്ട. ഓക്കെ അപ്പൊ ഞങ്ങൾ പോയിട്ട് വരാം. ഓക്കെ. ട്രാക്ക് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഞങ്ങൾ പോവാണ്. കുടിച്ചോ? അപ്പൊ ഇത് എങ്ങനെ ഉണ്ടായിരുന്നു സാറേ? ഇറ്റ്സ് വെരി വണ്ടർഫുൾ, ഓസം. ഒരു രക്ഷയില്ല. ഫുൾ വിഷയം. എങ്ങനെ ഉണ്ടായിരുന്നു? ഡാമിൽ വരുന്ന എന്തായാലും ഇവിടെ വരണം. കിട്ടു. ഫസ്റ്റ് ലാപ്പിൽ നമ്മള് ട്രാക്ക് പഠിക്കുക. സെക്കൻഡ് ലാപ്പില് റൈഡിന് ശേഷം ഞാനും ജിസാമും സിപ്പ് ലൈൻ. ഒപ്പം നമ്മളെ HR ടീമും പോലെ. എവിടുക്കാ ഇതാ കാർണിവൽ 5 ജിപ്ലൈന് പോകാനുള്ള പരിപാടിയിലാണ്. ഞങ്ങളുടെ അവിടെ ഇങ്ങനെ ഒക്കെ ഉണ്ട്. ടീം അവിടെ ഉണ്ട്. അങ്ങനെ നമ്മൾ സിപ്പ് ലൈൻ ചെയ്യാനായിട്ടുള്ള സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടുന്ന് നമ്മൾ സിപ്പ് ലൈൻ പോയി നേരത്തെ നിന്നിടത്തേക്ക് നമ്മൾ സിപ്പ് ലൈനിൽ പോകും. പിന്നെ അവിടെ നമ്മളെ ടീമിൻ്റെ കൂടെ ബാക്ക് ടു ജോയിൻ. അപ്പോൾ ഇവിടുന്നാണെങ്കിൽ നമ്മൾ സിപ്പ് ലൈൻ പോകാൻ പോകുന്നത്. ഇവിടുന്ന് അതങ്ങനെ പോയിട്ട് നമ്മൾ നമ്മളെ ടീമിൻ്റെ അടുത്ത് അവിടെ എത്തും. അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാണ്. യെസ്, ഡ്രോപ്പിംഗ്.
സേഫ്റ്റി ഗിയേഴ്സ് ഒക്കെ ഊരി നല്ല അടിപൊളിയായിരുന്നു. ജിസാം എങ്ങനെ ഉണ്ടായിരുന്നു എച്ചാറേ സിപ്ലൈൻ എക്സ്പീരിയൻസ്? ഈ മലബാർ ഡെൻ്റൽ കോളേജിൻ്റെ മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓൾറെഡി നമുക്ക് 2 ബസ് തന്നിട്ടുണ്ട്. പോരാത്തതിന് എമർജൻസി എന്തെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചു, അല്ലെങ്കിൽ എമർജൻസി യൂസ് ചെയ്യാൻ വേണ്ടി കോളേജിൻ്റെ ഒരു കാറും നമ്മളവിടെ എസ്കോർട്ടിന് അവർ വിട്ടിട്ടുണ്ട്. അത്രയും കെയറിലാണ് നമ്മുടെ സ്റ്റാഫിനെ നമ്മുടെ മാനേജ്മെൻറ്റ് കൊണ്ടുനടക്കുന്നത്. അങ്ങനെ ഡിന്നറും കൂടി കഴിഞ്ഞു. ഡിന്നർ കഴിഞ്ഞിട്ട് വേണം നമുക്ക് പാട്ടിട്ട് ബസ്സിലടിച്ചു വിളിക്കാൻ. അല്ല ശിവ, അതാണ് അതുകൂടെ കഴിഞ്ഞാൽ ഈ ട്രിപ്പിന് ഒരു സമാപനം. അങ്ങനെ ഫൈനലി ടൂറൊക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിൽ സേഫായിട്ട് എത്തി. അപ്പോൾ ഇതോടുകൂടി ഈ ടൂറ് വൈൻഡപ്പ്.